செல்வி செல்வி என்ன சொல்றது? நான் அங்க வரேன். 5 ലക്ഷം തന്ന ബന്ധം വേർപെടുത്താന്നാ? ഓ സെൽവി നാങ്ക വിളിക്കാം. എന്താണ് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? സെൽഫി എടുക്കാനാണ് അവിടെ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. സെൽവി തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചേക്കുന്ന 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ശരി, തമിഴ്നാട്ടിലെ ഭാര്യ വിളിച്ചാ? കേരളത്തിലെ ഒരു ഭാര്യ, തമിഴ്നാട്ടിൽ വേറൊരു ഭാര്യ. അനുഭവിക്കടാ. എന്നിട്ട് ഇപ്പൊ അവളെന്ത് പറഞ്ഞു? അവള് പറഞ്ഞേ 5 ലക്ഷം രൂപ കൊടുക്കുവാണെങ്കിൽ ബന്ധം വേർപെടുത്താന്ന് പറഞ്ഞു. നല്ല കാര്യല്ലേ? 5 ലക്ഷം രൂപ കൊടുത്ത് അവിടെ ബന്ധം നീ ഒഴിവാക്ക്. നിനക്ക് ഇവിടെ ഇവളായിട്ട് സുഖമായിട്ട് ജീവിക്കാല്ലോ. ഷീബേനെ എനിക്ക് ഇഷ്ടം, പക്ഷെ സമാധാനം തരണ്ടേ അപ്പിശാശ്? എടാ, ഇപ്പൊ ഒരു സുവർണ അവസരമാണ്. 5 ലക്ഷം രൂപ കൊടുത്ത് തമിഴത്തിനെ ഒഴിവാക്കാൻ വേണ്ടി അവസരമാണ്. അത് നല്ല ഐഡിയ ആണ്. ഷീബയുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ. അതെ, നീ ഒന്ന് ആലോചിച്ചോക്കെ. എന്തെങ്കിലും വഴി ഉണ്ടോ? ആലോചിച്ചോ. കാശിനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു വഴിയുണ്ട്. എന്താ? ഒരു ഇൻഷുറൻസ് ഞാൻ കൂടിയിട്ടുണ്ട്. 20 ലക്ഷം രൂപ കിട്ടും. അത് മേടിച്ച് 5 അവർക്ക് കൊടുക്കുന്നു, 15 നമ്മൾ അടിച്ചു പൊളിക്കും. ഓക്കെ. എടാ, അതിന്റെ പ്രത്യേകത വെച്ചാൽ അത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അത് നോമിനിക്ക് കിട്ടും 20 ലക്ഷം. അതാരാ? അപ്പൊ നീ മരിച്ചായിരിക്കും 20 ലക്ഷം നിന്റെ കയ്യിൽ വരും. പക്ഷെ അതല്ലല്ല വിഷയം. 5 ലക്ഷം കൊടുത്ത് സെൽവിയെ ഒഴിവാക്കണ്ടേ? 5 ലക്ഷം കൊടുത്ത് സെൽവിയെ ഒഴിവാക്കണം. അതിനിപ്പോ എന്താ വഴി? അല്ല, നീ മരിച്ചു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ കിട്ടും. അതെ, ഞാൻ മരിച്ചെന്ന് ബോധ്യപ്പെടണം. ഐഡിയ. നീ മരിക്കുന്നു, ഷീബയോടൊപ്പം സുഖമായിട്ട് ജീവിക്കുന്നു. എങ്ങനെയുണ്ട്? ഞാൻ മരിച്ചിട്ട് എങ്ങനെയാടാ ഷീബയോടൊപ്പം ജീവിക്കുന്നേ? എടാ പൊട്ടാ, നീ മരിച്ചതുപോലെ അഭിനയിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുന്നു നീ കറണ്ട് അടിച്ച് മരിച്ചത്. അപകട മരണമായിരിക്കും. കറണ്ട് അടിച്ച് മരിക്കുന്നു. എന്നിട്ട് നിന്റെ ഒരു ഫോട്ടോ നമ്മൾ ആദരാഞ്ജലികൾ പറഞ്ഞ് ഇവിടെ വെക്കുന്നു. നിന്റെ അമ്മാവനെ വിളിച്ച് പറയുന്നു, ബോഡി ഞാൻ നേരെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു, ഇടക്ക് വെച്ച് മാറ്റുന്നു. ഇൻഷുറൻസുകാരെ പറ്റിച്ചുകൊണ്ട് നമ്മൾ 20 ലക്ഷം മേടിക്കുന്നു, 5 കൊടുക്കുന്നു, ഒഴിവാക്കുന്ന. എങ്ങനെയുണ്ട് ബുദ്ധി? സംഭവം കൊള്ളാം. പക്ഷെ ഇത് വർക്കൗട്ട് ആവണം. വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ ഒരു വെടിക്ക് 2 പശിയാണ്. അതാണ്. നീ ഒരു കാര്യം, അമ്മാവനെ വിളിച്ചു. ഞാൻ ചത്തെന്ന് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ഹലോ മാമ, പോയി മാമ, അവ കറണ്ട് അടിച്ച് മരിച്ചു മാമ. സിദ്ധൻ നീ കിടന്നു, മരിച്ചു പോലെ കിടന്നു. എളുപ്പത്തും എല്ലാരും അറിയിക്കും. എടാ, അറ്റാക്ക് വന്നിട്ടല്ല, കറണ്ട് അടിച്ച് മരിക്കണ വെറുതെ കിടന്നാ മതി. ഇടയിൽ അയങ്കമ്പിയിലൊക്കെ കാക്ക കണ്ടിട്ടില്ലേ? ഇങ്ങനെ അങ്ങനെ കിടക്ക്. ഇത് കാതര സിനിമയുടെ പോസ്റ്റർ പോലെ ഉണ്ട്. ഇങ്ങനെയല്ല, മര്യാദക്ക് നീ കിടക്ക. അവിടെ മറിക്കിടക്ക്. അയാൾ പെട്ടെന്ന് എത്തും, നീ കിടക്ക്. കൊള്ളാം. പിന്നെ വയറനക്കരുത്. ഞാൻ പ്രസവിക്കാൻ കിടക്കുമല്ല. അതല്ല പറഞ്ഞത്. ശ്വാസം വിടുമ്പോ വയറനങ്ങരുത്, പിടുത്തം കിട്ടും. കേട്ടാ? ഓക്കെ ആണല്ലോ? എന്നാ കിടന്നു. എടാ, നിന്റെ അമ്മാവൻ ദേ അവിടുന്ന് ഓടി വരുന്നുണ്ട് കേട്ടാ. പോയി മാമ. എന്താ പറ്റിയാടാ ചെറുക്കൻ? എന്താ പറ്റിയാടാ? ഷോക്ക് അടിച്ചതാണ് മാമ. അത് ഷോക്കല്ലേ, കരണ്ടല്ലേ. അടിച്ചപ്പോ തെറിച്ച് കറങ്ങി പമ്പരം പോലെ കറങ്ങി നിലത്തടിച്ച് വന്ന് കിടക്കണം. ഞാൻ ഞെട്ടിപ്പോയി. ആരും ഇല്ലായിരുന്നു ഇവിടെ. എന്തോ കിടപ്പാടാ ഇപ്പൊ കിടക്കുന്നത്? എന്തോ കിടപ്പാറ്റിയ കൊച്ചി കിടക്കുന്നത്? ഒരുമാതിരി മെനകെട്ട കിടപ്പിലടാ ഇപ്പൊ കിടക്കുന്നത്. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ചെറുക്കൻ ഇതുപോലെ കറണ്ടടിച്ച് അവിടെ പോയി. പക്ഷേ ഇതൊരു പിന്നെ മലന്ന് പോയി. മറന്നുപോയി പറയണ്ട. അതല്ലെന്ന്, എന്റെ കൊച്ചു അങ്ങോട്ട് തിരിച്ചാണെന്നാൽ ഇപ്പൊ മലന്ന് പോയി. അതെന്താണെന്ന് അറിയാമോ മാമ? ഈ കറണ്ടല്ലേ അടിച്ചേക്കണം, അപ്പൊ പിന്നെ അത് വൈബ്രേറ്റ് ചെയ്യും. അതുകൊണ്ടാ അങ്ങനൊക്കെ ഉണ്ടോ? അങ്ങനെ തിരിഞ്ഞു പോയതാ. അടുത്ത് നിക്കണ്ട മാമ, ഇങ്ങോട്ട് മാറുന്നില്ലേ? അല്ലടാ, ഇതിപ്പോഴേ ഞാനിപ്പോ വെറുതെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ലേ? ഇല്ല, പോകണ്ടവൻ പോയി. അപ്പൊ നമ്മൾ ഈ മരിപ്പ് വീട്ടിൽ വരുമ്പോൾ മരിച്ചു കിടക്കുന്നവരെ കണ്ടിട്ട് നമ്മൾ ദൂഷിച്ച് പറയാൻ പാടില്ല. ഒരിക്കലും പാടില്ല. മരിച്ചു കിടക്കുന്നവരെ കുറിച്ച് നമ്മൾ നല്ലതേ പറയാൻ പാടില്ല. പക്ഷെ ഈ പരനാറിയെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കവിടെ കരച്ചിട്ട് വരുന്നുണ്ട്, പറയാനും വേണം. അതായത് ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെ വമ്പം പണിയാ. അവിടെ മേശരി പണി എന്ന് വെച്ചാൽ ബാലം മേശരി വേണം. തമിഴന്മാർക്ക് ബാലം മേശരി മസ്റ്റാ. അപ്പൊ അങ്ങനെ തിരക്കിട്ട് അവിടെ പണി ചെയ്യുന്ന സമയത്ത് എന്റെ ഈ ചെറുക്കൻ ഇങ്ങനെ വന്നു. അപ്പൊ നാട്ടിൽ ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മാമ എനിക്ക് പണിയൊന്നുമില്ല മാമ എങ്ങനെയാലും ഒരു പണി ശരിയാക്കി തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പെങ്ങളുടെ കൊച്ചല്ലേ, സഹായിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ നേരെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി എന്റെ കൊച്ചിനെ. ദോഷം പറയരുത്, ഞാൻ ഇവനെ തമിഴ്നാട്ടിൽ കൊണ്ടിറക്കി 2 മാസത്തിനുള്ളിൽ എനിക്ക് പണി കിട്ടി. അല്ല, അവനല്ലേ പണിയില്ലെന്ന് പറഞ്ഞു, മാവന് പണി കിട്ടിയെന്ന് പറഞ്ഞു. എടാ, ആ പണിയല്ല, ഇവൻ കാരണം എനിക്ക് 8ന്റെ പണി കിട്ടിയെന്ന്. എങ്ങനെ? എടാ, നമ്മൾ ഈ പണിയുന്ന സൈറ്റിന്റെ തൊട്ടപ്പുറത്ത് ആ വീട്ടിൽ ഒരു ആമക്കൻ റബ്ബറിങ്കാ പോലത്തെ ഒരു പെങ്കൊച്ചി. അയ്യോ, സുന്ദരി ഒരു പെങ്കൊച്ചി. എടാ, ഞാനറിയാതെ യവൻ ആ പെങ്കൊച്ചിനെ വളച്ച് ലൈനാക്കി. എന്നിട്ട് രാഖി രാമനെ ഞാൻ പോലും അറിയാതെ ചെന്ന് രാത്രി കാണാൻ പോകുന്നു. ഞാൻ പോയത്
പറഞ്ഞിട്ടായിരിക്കും പോയതെന്ന് ഞാൻ പറഞ്ഞതാ. അല്ല ഇവിടെ ഒരു ഇതുണ്ടാടാ? ഒന്നുമില്ല. ഒരു മർമറുണ്ടാ? ഒന്നുമില്ല മാമ, തോന്നിയതായിരിക്കും. വെള്ളിയാഴ്ചയാണ്? ഇല്ല, തോന്നിയതായിരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ പോലും അറിയാതെ ഇവൻ അവിടെ പോയടാ. അങ്ങനെ പോക്കുവരവായി വിഷയങ്ങളായി. അപ്പൊ ഈ പെങ്കൊച്ചിന്റെ ഒരു മുറച്ചെറുക്കൊണ്ട് ഞാൻ അവന്റെ പേര് ഞാൻ പാണ്ഡ്യൻ. അതാണ് പാണ്ഡ്യൻ. ഇങ്ങനെയുള്ളവന്റെ പേര് പാണ്ഡ്യൻ എന്നായിരിക്കുമല്ലോ. ആയിരിക്കുമല്ലോ. അപ്പൊ ഈ പാണ്ഡ്യൻ ചെറുക്കൻ ഇവരെ കൈയോടെ പിടിച്ച് എന്റെ കൊച്ചെ കട്ടം തോന്നിപ്പോവും. കയ്യും കാലും പൂച്ചി കെട്ടി പുളിമരത്തെ കൊണ്ട് കെട്ടിട്ട് പട്ടിയെ തല്ലുന്ന പോലെ അവിടെ തല്ലി. അല്ല, ഇവൻ കാണിച്ച തെറ്റിത്തരത്തിനെ അവര് തല്ലണം. അവനെയല്ല, പിന്നെ എന്നെ പട്ടിയെ തല്ലുന്ന പോലെ ഞാൻ കാരണമല്ല അവിടെ കൊണ്ട് ഇറക്കിയത്. നമുക്ക് ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. പെങ്കൊച്ചവിടെ അവളെ റേഷൻ കട പോയേക്കാണെന്നാ പറഞ്ഞത്. ഈ സമയമില്ലാത്ത സമയത്തൊക്കെ റേഷൻ കടയിൽ പോയി ഇതെന്തൊരു അമ്മാവൻ എന്താ കരയുന്നേ? പോയി മോളെ, പോയി. അയ്യോ, അമ്മായി എവിടെ പോയി? അമ്മായി നിന്റെ കെട്ടിയോ നിന്റെ ഇട്ടേച്ച് പോയി. അവ കിടക്കുന്നതാണ്. ഷോക്ക് അടിച്ചെങ്കിൽ ഇങ്ങനെ കിടത്തിയാ മതിയോ? ആശുപത്രി കൊണ്ടുപോകാത്ത എന്താ? ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ല, കടം കുറാഹേ കഴിഞ്ഞു. മരിച്ചുപോയി. ചേട്ടാ എന്നോടൊരു വാക്ക് പറയാതെ പോയല്ലോ. എന്താ വാക്കാണ് അവൻ പറയുന്നത്? അമ്മാവാ, അയ്യോ എനിക്ക് എന്റെ കുഞ്ഞിനും ആരുണ്ട്. അതൊക്കെ സമാധാനമുള്ള കാര്യമാണ്. പിന്നെ ഇനിയിപ്പോ അവന്റെ ഒരു ഫ്ലെക്സ് വെക്കണം, മനസ്സിലായില്ലേ? അപ്പൊ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അതിന്റെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. ഇനി കരഞ്ഞ ആളെ കൂട്ടണ്ട, കുറച്ച് പേര് അറിയിച്ചാൽ മതി. എല്ലാ കാര്യത്തിനും ഞാൻ കൊച്ചാ നോക്കണം. എന്റെ കൊച്ചിനെ നോക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം. ചെല്ലി തിരിച്ചറിയ കാർഡിന്റെ ഫോട്ടോ എടുത്താൽ മതി എന്ന് പറ. അതന്നെ, അതാകുമ്പോ ആരും തിരിച്ചറിയിട്ടില്ല. എന്നെ കൊണ്ട് അയാൾ ചാടിച്ചതാടാ. എടാ, ഇനി ഇൻഷുറൻസുകാരൊക്കെ വരും. അന്നേരം മര്യാദക്ക് കിടക്കണം, അല്ലെങ്കിൽ കാശ് കിട്ടില്ല. ഞാൻ മര്യാദയ്ക്ക് കിടങ്ങി കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചൊറിഞ്ഞു വരും. എനിക്കതാ ഇടക്ക് വർത്താനം പറയല്ലേ. അയ്യോ, അപ്പൊ പാണ്ഡ്യ എന്നെ വിശേഷം സുഖമാണോ? സുഖമായിരുന്നു കണ്ണേ. സംസാരിച്ചു. അങ്ങനെ തോന്നി. എനിക്കും തോന്നി ഈ കഴകം തമ്മയിക്കല്ല. ഇല്ല, സംസാരിച്ചില്ല. ഷോക്ക് അടിച്ച് മരിച്ചു കിടക്കണം. സംസാരിച്ചടാ ഇല്ലെന്ന്. உயிராயிருந்த நீ இப்போ உயிரில்லாம படுக்கிற. ஐயோ, என்னால தாங்க முடியலப்பா. மாமா எழுத்துடு மாமா. ഇത് ആരിത്? நான் இவங்க பொண்டாட்டிடா. ഏത് കൊണ്ടാട്ടം? തമിഴ്നാട്ടിലെ ഇവന് ഒരു ഭാര്യ ഇരിക്കും. ആ ഭാര്യ സെൽവിയുടെ ഇത് തമിഴ്നാട്ടിലെ. എന്റെ ദൈവമേ. അമ്മാവാ, ഇവരാരൊക്കെയാ? ഈ പിന്നെ അതെന്താ അറിയാൻ കൊച്ചേ, ഇവന്റെ തമിഴ്നാട്ടിലെ ഏതോ കൂട്ടുകാരെ അവൻ മരിച്ചെന്നറിഞ്ഞു. അല്ല, ഈ അമ്മാവൻ പണ്ട് ഒരു തമിഴ്നാട്ടിൽ പഠിക്കൊണ്ട് പോയില്ലേ, അന്ന് അവിടെ വെച്ച് ഈ പെണ്ണുമ്പിള്ളേനെ ഇവൻ കെട്ടി. തമിഴ്നാട്ടിലെ ഭാര്യയാണിത്. എന്റെ ചേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അനാവശ്യം പറയരുത്. യാരെന്താ പൊണ്ണ്? ഇത് ഇവിടുത്തെ കേരളത്തിലെ ഭാര്യ. അയ്യോ, അപ്പപ്പാ, ഇത് ഇന്ത്യയിടത്തിലെ ഭാര്യ ഇരിക്കാ. ആമാ. എന്റെ ഭർത്താവ്. ഞങ്ങൾ എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. നിങ്ങൾ വന്ന വഴിക്ക് വിട്ടോ. അതെ ഷീബ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇവൻ മരിക്കുമ്പോ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളു. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു ഭാര്യയുണ്ട്, ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ബോഡി തമിഴ്നാട്ടിൽ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിട്ടോ, ഞാൻ ഒരു ആംബുലൻസിൽ ഇവന്റെ ശവമായിട്ട് അങ്ങോട്ട് വന്നേക്കാം. ഞങ്ങൾക്ക് തമിഴ്നാട്ടിലേക്ക് ഒരു ചടങ്ങ് ഇരിക്കും. അന്ത ചടങ്ങ് കഴിഞ്ഞ് ആദരവ് കൊടുത്ത ശേഷം നിങ്ങൾ ഗ്യാസില്ല, വിറക് മുട്ടിയില്ല, എങ്കാ ഇടത്തിൽ വെച്ച് കത്തിക്ക്. ശരി சரிங்க. தூக்க என் மாப்பிள்ள ஏதாவது இருக்குடா. ஆடாடா அப்பா சூப்பரா இருக்க. டேய் செல்பி, ஒரு செல்ஃபி எடுக்கணும். അണ്ണാ എടുക്കണേ, ഞാൻ എടുക്കണേ. செல்ஃபி எடுக்க. சரிங்க எடுக்க. ஒரு காணிக்கு நோக்க. என்னடா இவன் இப்படி அங்கே சிரிச்சுக்கிட்டு இருக்குது? തോന്നിയോ? അങ്ങനെ തോന്നിയോ? ஆமாங்க, എനിക്കും തോന്നി. പക്ഷേ ഈ കഴകം തമ്മയിക്കല്ല. അല്ല, അത് തോന്നിയതായിരിക്കും. சிரிச்சுக்கிட்டு അത് തോന്നലാണ്.
കഴിഞ്ഞ നിങ്ങളുടെ ആചാരം ഒരു ആചാരം ഇതേ കർപ്പൂര വീട് എന്നാത്ര ഇതേ ആചാരം വീടേ ഇന്റെ കയ്യില് പോയി ഇന്റെ കയ്യില് പോയി അത് ഇവനാണ്. പോയി നിറപ്പൊട്ടിക്കൊടു എന്തിനാ ഉറുമ്പോടി ലൈറ്റർ ഉറുമ്പൊടിയല്ലേ തീപ്പട്ടെ കടുവളെ അല്ലാതെ കത്തിക്കണോ എന്റെ ആള് നിന്ന് കത്തണം കെട്ടുപോകല്ലേ അപ്പാ കത്തുന്നില്ലല്ലോ ഇത് ആ കത്തിയണേ. എല്ലാം നശിപ്പിച്ചു ഇയാള് മരിച്ചിട്ടില്ല മരിച്ചില്ല. സത്യല്ലേ? ശിവ, സെൽവി ഞാൻ മരിച്ചില്ല. സത്യമായിട്ട് ഞാൻ മരിച്ചില്ല. ഞാന് 20 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് കൂടിയായിരുന്നു. എന്താണ്? 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ പൈസ നോമിനിക്ക് കിട്ടും. അതിൽ നിന്ന് 5 ലക്ഷം രൂപ നിനക്ക് എന്നാ നിന്റെ കാര്യം സെറ്റിൽ ആയില്ല. അതുകൊണ്ട് ഞാൻ നടത്തിയ ഒരു ഡ്രാമയാണ് സെൽവി ഇത്. അതെ 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 അല്ല 20 ലക്ഷം രൂപ ആർക്ക് കിട്ടും? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ നോമിനിക്ക് കിട്ടും. യാരത് നോമിനി? ഇവൻ ഞാനാണ് ഓമിനി ആടേ அந்த ஆளை பொக்குங்கடா டேய். இந்த ஆள் மனுஷா നിനക്ക് 20 ലക്ഷം കിട്ടും. അപ്പൊ നീ அந்த നാട്ടിലെ വന്നാൽ ഇവൻ എപ്പോ മരിക്കുന്നോ അന്നേരം എങ്ക ഇങ്ങ് കൊണ്ടുവരും. അതുവരെ നീ തമിഴ്നാട്ടിൽ இருக்க. പൊക്കുങ്ങടാ തൂക്കടാ. നടക്കല ബാലൻ ജീവിച്ചിരിപ്പണ നടക്കല ചെറുക്കനെ കൊണ്ടോ സമ്മതിക്കല നടക്കില്ല. നടക്കല ശരി ഒരു നടക്കല ബാലൻ ജീവിച്ചിരിക്കുന്ന നടക്കല കൊണ്ടോ സമ്മതിക്കല അത് താഴെ ഷീബക്കുഞ്ഞേ, മിണ്ടി പോരുത്. നിങ്ങൾ ഇത്രയും നാളും വേറൊരു ഭാര്യ ഉണ്ടെന്ന് പറയാതെ എന്നെ കല്യാണം കഴിച്ച് പറ്റിച്ചില്ലേ? എടി അങ്ങനെ പറ്റിച്ചതല്ലെന്ന്. എന്റെ ചെറുപ്പത്തിലെ മാമൻ എന്നെ കൊണ്ടുപോയി അപകടത്തിൽപ്പെടുത്തിയതാണ്. അതും പോട്ടെ, ഇൻഷുറൻസ് തുകയ്ക്ക് നിങ്ങൾ ആരെയും അവകാശമായിട്ട് വെച്ചത്? നിങ്ങളുടെ കൂട്ടുകാരനെ. പിന്നെ ഞാനും കുഞ്ഞുങ്ങളും എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ എടി ആരാടി ഈ നോമിനി? ആരാ? എടി നീയാണ് നോമിനി. ഞാൻ ചുമ്മാ വെറുതെ തോണ പറഞ്ഞതല്ലേ. ആണോ? ആ ഇടി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് 20 ലക്ഷം രൂപ കിട്ടും. പിന്നെ നീ ലക്ഷപ്രഭു ആണ്, ലക്ഷപ്രഭു. എന്റെ ദൈവമേ, എന്നെ നീ